ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ വന്നിരിക്കുന്ന വ്ളോഗ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിൽ 500 രൂപക്ക് 3 സാരിന്ന് ഒരു പ്ലക്കാർഡിൽ കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാങ്ങാൻ പോയതും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതേപോലെ തന്നെ ആ സാരിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണാം. ഞാൻ ഈ സാരി വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഐഡിയാസൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പോസ്റ്റർ എന്ന് പറയുന്നത്. 1 രൂപയ്ക്ക് ഷോള്, 499 രൂപയ്ക്ക് 2 ടോപ്പ്, 499 രൂപയ്ക്ക് 3 സിൽക്ക് സാരി എന്നാണ് ഇതിൻ്റെ ഒരു ഓണം ഓഫർ വന്നിട്ടുള്ളത്. അത് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം 1 രൂപയ്ക്ക് ഷോള്, അതേപോലെ തന്നെ 500 രൂപ ആണെന്നുണ്ടെങ്കിൽ 499 രൂപയ്ക്ക് നമ്മൾ 2 ടോപ്പ് അല്ലെങ്കിൽ 3 സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 രൂപയ്ക്ക് നമുക്ക് ഷോളും കിട്ടുമെന്നാണ് ഓഫറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് പോയപ്പോൾ 3 സാരിയൊക്കെ ശരിയാണ് കേട്ടോ. 500 രൂപയ്ക്ക് 3 സാരി കിട്ടുന്നുണ്ട്. ഷോൾ എന്ന് പറയുന്നത് നോർമൽ ഷോളില്ല, നമ്മൾ ഒരു പോളിസ്റ്റർ ടച്ചുള്ളൊരു ഷോള്, നമ്മളങ്ങനെ പൊതുവെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു നോർമൽ ഷോളാണ് കേട്ടോ. അപ്പോൾ ഷോളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഓഫറിൽ 499 3 സാരി ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ പറയുന്ന പോലെ തന്നെ നമ്മൾ സിൽക്ക് സാരി അങ്ങനെ എല്ലാ മിക്സഡ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. കുറച്ച് കൊഴിഞ്ഞ സൈസ്, പോളിസ്റ്റർ ടച്ച്, അതുപോലെ തന്നെ കോട്ടൺ, സിൽക്ക്, അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള സാരീസ് ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് 3 എടുക്കാം കേട്ടോ. 3 500 രൂപ. ആ ലെവലിൽ നമുക്ക് 3 എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കോട്ടൺ ടൈപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് നമ്മൾ ചുരിദാർ അല്ലെങ്കിൽ ടോപ്സൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാരി എടുത്തത്. സാരി എടുക്കാനൊന്നുമല്ല. ഉടുക്കുന്നവരാണെങ്കിൽ നല്ല ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ. നമ്മൾ ഓഫീസ് വർക്കിന് പോകുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു ഓഫറും കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള സാരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇതിലൊരു ഡാമേജ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയട്ടോ. എന്താണ് എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത്തെ സാരി ഇതാണ്. ഇത് ഒരു എന്താ പറയുക, കോട്ടൺ അല്ല, കുറച്ചൊരു സിൽക്കി ടച്ചുള്ള വരുന്ന, കുറച്ച് ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള, കുറച്ച് ഇങ്ങനെ ഫുൾ പൂക്കൾ സൈസൊക്കെ ഉള്ള വരുന്ന ഒരു സാരിയാണ് കേട്ടോ. അത് വെച്ചിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു ചുരിദാർ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇമേജ് ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ സാരി വന്നിട്ട് ഇതാ കണ്ടില്ലേ, ഈ ഒരു കളറ്, അതേപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ മുന്താണി എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊഴിഞ്ഞ സൈസ് സാരി ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഏത് ചുരിദാറാണോ അല്ലെങ്കിൽ ടോപ്പാണോ കാര്യങ്ങളാണോ എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ ഞാനൊരു ഇമേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെയുള്ള പുതിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ സാരി ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ഗ്രീൻ കളറാണ്. ഈ ഗ്രീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാനൊന്ന് ചൂസ് ചെയ്തതാണ്. നല്ലൊരു ഗ്രീൻ കേട്ടോ. അപ്പം അത് നല്ലൊരു എന്താ പറയുക, നമ്മൾ സിൽക്ക് കോട്ടനൊക്കെ മാതിരിയുള്ളൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻഡിൽ നല്ല മുന്താണി ഭാഗത്ത് വരുന്ന കുറച്ച് ഈ പൂക്കൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി പാർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഷോളിൻ്റെ ഭാഗത്തോ പാൻറ്റിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഇതിൻ്റെ കരഭാഗം വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെയാണ്. അത് നമ്മുടെ ഷോളിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോളിന് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് ഞാൻ ഈ സാരി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽ ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ സാരിയാണ് ഞാൻ മൂന്നാമതായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം 3 എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല രീതിയിൽ നല്ല സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ 3 വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ മനസ്സിലും ഓരോ ആഗ്രഹങ്ങളല്ലേ. അപ്പം 3 സാരി ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാരി എടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കോട്ടൻ്റെ ഈ ഒരു സാരി കണ്ടപ്പോൾ ഞാൻ വേഗം ചാടി കയറി എടുത്ത്, നമ്മൾ മുഴുവനായിട്ട് തുറന്നു നോക്കൊന്നുമില്ലല്ലോ, അവിടെ ജസ്റ്റ് ഒരു കെട്ടിലല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ എടുത്തിട്ട് പോരാണ് ചെയ്യുക. എല്ലാം 5 മീറ്റർ ഉണ്ടില്ല എന്നല്ലേ. ഈ ഒരു സാരി ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. അപ്പം 5 മീറ്റർ തന്നെ കറക്റ്റ് ആയിട്ടില്ല, 5.5 മീറ്റർ ഇല്ല, ചെറിയൊരു ഭാഗം കട്ടായിട്ടുണ്ട്. എന്നാലും പാൻറ്റിനും ടോപ്പിനും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇതിൽ കുറച്ച് ചിത്രങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചിത്രങ്ങൾ വരുന്നത് ഇടാവോ എന്താണെന്ന് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചിത്രങ്ങളുള്ള ഡ്രസ്സ് ഇടാവോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അതിപ്പോൾ ഒരു മനസ്സിലിങ്ങനെ വെച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ എന്തെങ്കിലും കാട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. ചുരിദാർ അടിക്കാമെന്നാണ് കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൂക്കളും കാര്യങ്ങളല്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, മനുഷ്യന്മാരെ ഒരു രൂപമുള്ള ടൈപ്പൊക്കെ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത് ഇടാവോ എന്താണ് പറ്റൂല എന്തെന്നൊന്നും അറിയില്ല. അപ്പം
അതങ്ങനെ ഒരു ചെറിയൊരു പണി കിട്ടിയ മാതിരി തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് നമ്മൾ ഈ ചിത്രം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അത് ഇടണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് വീട്ടിൽ എങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഈ 3 സാരിയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം 3 ഇതേമാതിരി ഓഫർ പ്രൈസിൽ 499 രൂപക്ക് വാങ്ങിയതാണ്. ഷോൾ പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഈ കോട്ടൻ്റെ സാരി കണ്ടപ്പോൾ ഞാൻ നോർമലി മനസ്സിൽ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു കോട്ടൺ ചുരിദാർ അല്ലെങ്കിൽ ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്കിൽ ഒരു സാധാരണ നോർമൽ ഒരു ചുരിദാർ ടോപ്പും അതേപോലെ തന്നെ പെൻസിൽ പാൻറ്റ് അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു പാൻറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയിൽ ഞാൻ ഇങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. കോട്ടൺ അല്ല, അപ്പോൾ ആ കോട്ടൺ ആ ഒരു ചുരിദാറിൽ നല്ല ഫിനിഷിങ്ങും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ ഈ സാരി കൊണ്ട് നല്ലൊരു ഫ്ലോറൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഫുൾ പ്രിൻറ്റഡ് ആയിട്ട് കൊഴിഞ്ഞ സൈസിലുള്ള ഒരു സാരിയാണ്. ആ ഒരു തരത്തിലുള്ള ക്ലോത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുരിദാറിനേക്കാളും എനിക്ക് തോന്നിയത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പലാസിൽ ഇതേപോലെ തന്നെ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഇതേപോലത്തുള്ള എന്തെങ്കിലും മോഡലായിട്ടുള്ള ടോപ്പ് സൈഡൊക്കെ ഒന്നും ഇല്ലാത്തൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സക്സസ് ആവും എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പിന്നാലെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക. നിങ്ങൾക്ക് ലൈക്കായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്യട്ടോ, അതൊന്നും മറക്കണ്ട. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ ഞാൻ ഇതിന് പിന്നാലെ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ സാരി വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു സാരി വെച്ചിട്ട് അത് കുറച്ചും കൂടി ഒരു നല്ലൊരു ലെവലിൽ അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നാലെ വരുന്ന വീഡിയോസിൽ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോസും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഐഡിയാസും നമ്മൾ കട്ട് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു അലിയാക്കട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് നമ്മൾ ഈ കാര്യമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു അലിയാക്കട്ട് ടച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഈ ഒരു ടച്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. ആ ഒരു ടൈപ്പിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലാസ് അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റ് എന്നുള്ള ലെവലിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ഈ 3 സാരി കൊണ്ട് 3 ഐഡിയാസ് വെച്ചിട്ട് നല്ലൊരു ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നാലെ വരും. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോ ഓഫേഴ്സ്. അതേപോലെ തന്നെ ഓഫറിൽ ഞാൻ എടുത്ത സാരി. പിന്നെ ഷോൾ ഞാൻ പറഞ്ഞല്ലോ, ഷോൾ ഞാൻ എടുത്തിട്ടില്ല. കാരണം ഷോൾ നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ, പിന്നെ വെറുതെ ഇടാതെ അവിടെ മുലക്കിൽ ഇടണ്ടല്ലോ വിചാരിച്ച് ഞാൻ ഷോൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഓഫർ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടത് എവിടെയാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് അരക്കിണർ ഭാഗത്ത് വരുന്നൊരു മാളുണ്ട്. അരക്കിണറിൽ ആ മാളുടെ പേരെന്താണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ ഒരു മാൾ, ആ മാൾ തന്നെ ഉള്ളു അരക്കിണർ. നമ്മൾ അരക്കിണർ വരുന്ന ഒരു മാളിൽ നമ്മൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇതേപോലെ തന്നെ ജൂട്ട് ടൈപ്പിലുള്ള ചെരുപ്പ് അതേപോലെ തന്നെ ഹാൻഡ് ബാഗ്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോഴാണ് ഈ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടൊരു ഓർമ്മയിൽ നമ്മൾ കയറിയതാണ്. അപ്പം അവിടെ പോയപ്പോൾ ഇത് ഒരുപാട് സാരീസ് ഉണ്ട് കേട്ടോ. നമ്മൾ കൊഴിഞ്ഞ സൈസിലാണ് ഒരുപാടുള്ളത്, ഒരുപാട് കളക്ഷൻ അങ്ങനെയുള്ള ടൈപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെ 3 ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ 3 എടുത്ത് പോകുന്നതാണ് കേട്ടോ. നമ്മൾ ടോപ്സും വരുന്നുണ്ട് കേട്ടോ. 499 രൂപയ്ക്ക് 2 ടോപ്പ് വരുന്നുണ്ട്. പക്ഷേ ടോപ്പിന് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടോപ്പല്ലേ കിട്ടുള്ളൂ. ഈ സാരിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പാൻറ്റ് ഷോള് അതേപോലെ തന്നെ ഒരു ടോപ്പൊക്കെ നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഷോളില്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു ഷോൾ നമുക്ക് എങ്ങനെയായാലും കിട്ടും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം.